കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വത്സല മക്കളും ഷെക്കീന ടി വിയുടെ സ്നേഹിതരുമായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് നമുക്ക് നൽകുന്ന വിലപ്പെട്ട സന്ദേശങ്ങളാണ് മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലൂടെ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുക. വളരെ പ്രത്യേകമായി കഴിഞ്ഞ ഏതാണ്ട് 50 എപ്പിസോഡുകളിൽ നമ്മുടെ അടുത്തുള്ള പാലക്കാട് കഞ്ചിക്കോട്ട് റാണി ജോൺ എന്ന് പറയുന്ന സഹോദരിക്ക് പരിശുദ്ധ അമ്മയും ഈശോയും പ്രത്യക്ഷപ്പെട്ട് നൽകിയ, നമ്മുടെ നാടിന് വേണ്ടി നമുക്ക് വേണ്ടി നൽകിയ വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് നാം ശ്രവിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അതിന് തുടർച്ചയെന്നോണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക കാര്യം പരിശുദ്ധ അമ്മ നമുക്ക് പങ്കുവച്ച് നൽകുകയാണ്. ഈ ഒരു കാര്യം നമ്മളെല്ലാവരും എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ്. എല്ലാവരും സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയും എന്നാൽ കൊടുക്കുവാൻ വിഷമവുമുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നത്. അതിൻ്റെ പേരാണ് ക്ഷമ. ക്ഷമയുടെ ചൈതന്യം അവഗണിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു ചിന്ത പരിശുദ്ധ അമ്മ പങ്കുവയ്ക്കുന്നുണ്ട്. ക്ഷമയാണ് ഈ ലോകത്തിൽ മനുഷ്യബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുന്നതെന്നും ക്ഷമയുള്ളവന് മാത്രമേ, ക്ഷമിക്കുന്നവൾക്ക് മാത്രമേ സ്നേഹിക്കുവാൻ സാധിക്കുകയുള്ളൂവെന്നും ക്ഷമയെന്ന പുണ്യം കരങ്ങളിൽ പിടിച്ചുകൊണ്ട് വേണം നമ്മുടെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുവാനെന്ന് പരിശുദ്ധ അമ്മ ശക്തമായി സന്ദേശം നൽകുകയാണ്. ക്ഷമയുടെ ചൈതന്യം അവഗണിച്ചുകൊണ്ട് മക്കളെ, നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്ര തുടരുവാൻ സാധിക്കുകയില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ പലരാലും, പലരുടെ വാക്കുകളാലും, പലരുടെ പ്രവൃത്തികളാലും മുറിവേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരാണ്. നമ്മളെല്ലാവരുടെയും ജീവിതത്തെ പരിശോധിച്ചാൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു തലത്തിൽ ആരെങ്കിലും നമ്മളെ ഒരു ഉപകാരമില്ലാതെ, ഒരു കാരണവുമില്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ടാകാം. വെറുതെ നടക്കുമ്പോൾ ചെളിവാരി എറിയുന്ന അവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ, ഞാനൊരു ഉപദ്രവം ചെയ്തില്ലല്ലോ, പിന്നെ എന്താണ് എന്നോട് ഇപ്രകാരം പെരുമാറുന്നത് എന്ന് ചിന്തിക്കത്തക്ക രീതിയിലുള്ള ചില വ്യക്തികളിൽ നിന്നുള്ള പെരുമാറ്റം നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാകും. അത് വലിയ വേദനയായി വർഷങ്ങളായി മനസ്സിൽ കിടക്കുന്ന അനേകരുണ്ട്. ക്ഷമ അതത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയം അത്രമാത്രം വേദനിച്ച് കഴിയുമ്പോൾ ക്ഷമിക്കുക എളുപ്പമല്ല. ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വഞ്ചിക്കപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഒത്തിരി സ്നേഹിച്ചവരിൽ നിന്ന് കിട്ടുന്ന വേദന. പലപ്പോഴും ഇങ്ങനെയുള്ളൊരവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്ന പലരുമുണ്ട്. എല്ലാവർക്കും ഒന്നും ആ അനുഭവം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഒരുപാട് സ്നേഹിക്കുകയും ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്ത വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന തിക്ത അനുഭവം, എങ്കിൽ ആ സ്നേഹത്തിന് വഞ്ചിക്കപ്പെട്ട ഒരു ഫീലിംഗ്, ഈ വ്യക്തിയെ ഇത്രമാത്രം സ്നേഹിച്ചിട്ട് ഇത്രമാത്രം കാര്യങ്ങൾ പങ്കുവച്ചിട്ട് ഈ വ്യക്തി എനിക്കെതിരായി തിരിഞ്ഞല്ലോ, എനിക്കെതിരായി സംസാരിച്ചുവല്ലോ
ഇല്ലെങ്കിൽ എന്നെ വഞ്ചിച്ചുവല്ലോ എന്നുള്ളൊരു വേദന, അത് വളരെ അസഹനീയമാണ്. അങ്ങനെ അനേകരുടെ ജീവിതത്തിൽ ഈ അനുഭവം ഉണ്ടാകുന്നുണ്ട്. ഇപ്രകാരമുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ക്ഷമ എന്ന പുണ്യം മാത്രമേ ഈ അവസ്ഥയിൽ ഒരു സൗഖ്യം കൊണ്ടുവരികയുള്ളൂ. അത് എളുപ്പമല്ല. പലപ്പോഴും പരിശുദ്ധ അമ്മ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ ക്ഷമയെന്ന ചൈതന്യത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് പലരും പരിശ്രമിക്കുക. ഇപ്രകാരം ഒരു അനുഭവം റാണി ചേച്ചിയുടെ ജീവിതത്തിൽ ചേച്ചി പങ്കുവയ്ക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ഇടപെടലൊക്കെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയും കൂടെയുണ്ടായിരുന്നവർ അകന്നു പോവുകയും ചെയ്യുന്ന വേദനാജനകമായ അവസ്ഥയിലൂടെ കടന്നുപോയതിനെക്കുറിച്ച് ചേച്ചി പങ്കുവയ്ക്കുന്നുണ്ട്. ഒത്തിരി സ്നേഹിക്കുകയും ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്ത് ഒന്നിച്ച് നിന്നവർ ചില തെറ്റിദ്ധാരണകൾ മൂലം നേരെ വിപരീത അവസ്ഥയിലേക്ക് എത്തപ്പെട്ട അവസ്ഥ താങ്ങാനാവാത്ത വേദനയായിരുന്നുവെന്ന് ചേച്ചി പറയുന്നു. ഇപ്രകാരം ഒരവസ്ഥ ഏതാനും വ്യക്തികളിൽ നിന്നുണ്ടായപ്പോൾ മനസ്സ് തകർന്ന് ചേച്ചി കർത്താവിൻ്റെ അടുത്തൊരു തീരുമാനമെടുത്തു. ഇനി ഈ ഒരു സാഹചര്യം, അതിൻ്റെ സത്യാവസ്ഥ ദൈവം വെളിപ്പെടുത്തുന്നത് വരെ ഞാൻ ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല എന്നുള്ള തീരുമാനമെടുത്ത് കഠിനമായൊരു ഉപവാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ചേച്ചി മറ്റാരോടും ഇത് പറയുന്നില്ല. മനസ്സ് വലിയ വേദനയാണ്. ഭക്ഷണമില്ല, പാനീയമില്ല. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ ആത്മീയ പിതാവായ എബ്രഹാം കടിയക്കുഴി അച്ഛൻ അവിടെ ചേച്ചിയുടെ അടുത്ത് വരികയുണ്ടായി. അച്ഛൻ വന്ന ഒരു പ്രത്യേക ദൗത്യവുമായിട്ടാണ്. അച്ഛൻ പറഞ്ഞു, ആ ദിവസങ്ങളിൽ കുളത്തുവയലിൽ മരിച്ചുപോയ വർക്കിയച്ഛൻ, ശ്രീജ വർക്കിയച്ഛനുമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം ഒരു സന്ദേശം കൊടുത്തു. കടിയക്കുഴി അച്ഛനോട് റാണി ചേച്ചിയുടെ അടുത്ത് പോകണമെന്നും അവിടെ പ്രാർത്ഥനയ്ക്ക് ശേഷം മറ്റ് സംസാരങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ആശീർവദിച്ച് കുടിക്കാൻ കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് അച്ഛനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ആ സന്ദേശം ലഭിച്ചതോടുകൂടിയാണ്, അതുകൊണ്ടാണ് അച്ഛൻ ചേച്ചിയുടെ അടുത്തേക്ക് വരുന്നത്. ചേച്ചിയുടെ ഇപ്പോഴത്തെ സാഹചര്യമോ ഈ ഉപവാസമൊന്നും അച്ഛൻ അറിയില്ല. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് വന്നു, പതുപോലെ പ്രാർത്ഥിച്ചു. ഒരു പക്ഷേ ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് കാണും. അതിനുശേഷം അച്ഛൻ ഒരു ഗ്ലാസ് വെള്ളം തരാൻ പറഞ്ഞു. ചേച്ചി ഓർത്തു അച്ഛനെ കുടിക്കാനാണെന്ന്. ചേച്ചി വെള്ളം എടുത്ത് കൊടുത്തു. ആ വെള്ളം ആശീർവദിച്ചിട്ട് ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കുടിക്കാൻ പറഞ്ഞു. ചേച്ചി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥ. കാരണം ദൈവത്തോട് പ്രകാരം ഒരു ഉപവാസം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ കാര്യത്തിനൊരു സത്യം വെളിപ്പെടുന്നത് വരെ ഞാൻ ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ചേച്ചി ഈ കാര്യം അച്ഛനോട് പറയേണ്ടി വന്നു. ഞാൻ ഇതുപോലെ സാഹചര്യത്തിലാണ് ഉപവാസം പ്രഖ്യാപിച്ചത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ശ്രീജവർക്കി അച്ഛനോട് ഒന്നിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് സന്ദേശം നൽകി വെള്ളം വെഞ്ചിരിച്ച് കൊടുക്കുക കുടിക്കാൻ. അനുസരണത്തോടു കൂടി ചേച്ചി വെള്ളം കുടിച്ചു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, ഉപവാസം തുടർന്നോളൂ, പക്ഷേ വെള്ളം കുടിക്കണം. അതോടൊപ്പം തന്നെ വൈകുന്നേരമെങ്കിലും അല്പം കഞ്ഞിയോ ബ്രെഡോ എന്തെങ്കിലും കഴിക്കണം. രാവിലെയൊക്കെയുള്ള പകൽ സമയത്തൊക്കെയുള്ള ഉപവാസം തുടർന്നോളൂ എന്നച്ഛൻ പറഞ്ഞു. ചേച്ചി അതുപോലെ അനുസരണത്തോടു കൂടി ഈ വെള്ളം കുടിച്ചു. പിന്നെ ഇതുപോലെ അച്ഛൻ പറഞ്ഞ രീതിയിൽ വീണ്ടും ഉപവാസം തുടരുകയാണ്. അങ്ങനെ ഉപവസിച്ച് മുന്നോട്ട് പോയി. 3 മാസത്തേക്ക് ചേച്ചിക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ലഭിച്ചില്ല. ഇല്ലെങ്കിൽ പരിശുദ്ധ അമ്മ കൂടെ വന്ന് നേരിട്ട് വന്ന് സംസാരിക്കുകയും സന്ദേശം നൽകുകയും ചെയ്യുന്ന അമ്മ 3 മാസക്കാലം ചേച്ചിയുടെ അടുത്തേക്ക് വരികയോ സന്ദേശം നൽകുകയോ ചെയ്തില്ല. അപ്പോൾ ചേച്ചി ഇങ്ങനെ വളരെ ഒരു ഉണങ്ങിയ ഒരവസ്ഥയിലൂടെ, ഒരു ആത്മീയ അനുഭവമില്ലാത്ത
അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഇപ്രകാരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ ഉണ്ടാകാം. നല്ലൊരു ആത്മീയ അനുഭവത്തിൽ ഇരുന്നിട്ട് കുറേ കഴിയുമ്പോൾ വളരെ ഉണങ്ങി വരണ്ട ഒരവസ്ഥ, പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ, സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ ചില പ്രത്യേകമായ ഒരു വലിയ ഞെരുക്കത്തിലും പിരിമുറുക്കത്തിലും കൂടെ പോകുന്ന, ആത്മീയമായ ഞെരുക്കത്തിലും പിരിമുറുക്കത്തിലും കൂടെ പോകുന്ന അവസ്ഥ. അപ്പോൾ ചേച്ചി ഇങ്ങനെ അനുഭവപ്പെടുകയാണ്. അമ്മയുടെ സാന്നിധ്യമില്ല, അമ്മ സന്ദേശങ്ങൾ നൽകുന്നില്ല. അങ്ങനെ 3 മാസം എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു നീണ്ട കാലമല്ലേ. എൻ്റെ ചേച്ചി പങ്കുവയ്ക്കുന്ന ഇപ്രകാരമാണ്: 3 മാസം പൂർത്തിയാകുന്ന ആ ദിവസം ചേച്ചി പാതിരായ്ക്ക് മുട്ടുമേൽ നിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു. 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം രാത്രിയിൽ പ്രാർത്ഥനാ സമയത്ത് അമ്മ വീണ്ടും വരികയാണ്. അമ്മ ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി? അപ്പോൾ ചേച്ചി മറുചോദ്യം ചോദിച്ചു, അമ്മേ നീ ഇത്രയും നാൾ എവിടെയായിരുന്നു? പിന്നീട് ആ കോൺവെർസേഷനിൽ ചേച്ചിയുടെ ഈ വേദനയും അനുഭവമൊക്കെ അമ്മയോട് പങ്കുവയ്ക്കുകയാണ്. അപ്പം അമ്മ പറഞ്ഞു, ഒരു സ്ഥലത്തേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, നീ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചി അങ്ങോട്ട് നോക്കിയപ്പോൾ കാണുന്നത് നമ്മുടെ കർത്താവ് കുരിശിൽ കിടന്ന് ദാരുണമായ വേദനയിൽ പീഡകൾ സഹിച്ച് പിടയുകയാണ്. ചേച്ചി പറയുന്നത്, ഒരു തുള്ളിക്കൊരു കുടം എന്ന പോലെ രക്തം ഈശോയുടെ ശരീരത്തിൽ നിന്നിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അത്രമാത്രം അസഹനീയമായ വേദനയിൽ കർത്താവ് പിടയുന്നത് ചേച്ചി കാണുകയാണ്. അമ്മ ചോദിച്ചു, ഇതാരാണ് എൻ്റെ മകനെ ഈ അവസ്ഥയിൽ എത്തിച്ചത് നിനക്കറിയാമോ? എൻ്റെ മകൻ ഈ അവസ്ഥയിൽ എത്തിച്ച അവരോട് എൻ്റെ മകൻ ക്ഷമിച്ചുവോ? ചേച്ചി പറഞ്ഞു, ക്ഷമിച്ചു. ഒരു തെറ്റും ചെയ്യാത്ത അവനെ ക്രൂശിൽ തറച്ചവരോട് അവൻ ക്ഷമിച്ചു. അവൻ്റെ മുഖത്ത് തുപ്പിയവരോടും കർണത്തടിച്ചവരോടും അവൻ ക്ഷമിച്ചു. ചാട്ടുവാറുകൊണ്ട് അടിച്ച് അവൻ്റെ ശരീരത്തിലെ മാംസം മുഴുവൻ പറിച്ചെടുത്തവരോട് അവൻ ക്ഷമിച്ചു. ചേച്ചി ഇങ്ങനെ, അമ്മ ഇങ്ങനെ കർത്താവിൻ്റെ സഹനങ്ങൾ ചോദിച്ച് അവൻ ക്ഷമിച്ചു. ചേച്ചി ക്ഷമിച്ചു എന്ന് ഉത്തരം പറയുക. എൻ്റെ മകനെ ഇത്രമാത്രം ശോഭകേട് ചെയ്തവരോട് എൻ്റെ മകൻ ക്ഷമിച്ചുകൊണ്ട് കുരിശിൽ നിന്ന് പ്രാർത്ഥിച്ചു, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. നിൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ തെറ്റിദ്ധാരണ മൂലം വന്ന ഈ പ്രശ്നം നീ എന്തിനാ ഇത്രമാത്രം വലുതാക്കിയെടുത്ത് നീ ഇത്രമാത്രം അസ്വസ്ഥതപ്പെടുന്നത്? എൻ്റെ പുത്രന് ഇത്രമാത്രം ഏൽപ്പിച്ച വ്യക്തികളോട് ക്ഷമിക്കുവാൻ സാധിച്ചുവെങ്കിൽ നിൻ്റെ ഈ സഹനം എത്ര നിസ്സാരമാണ്. നീ എൻ്റെ പുത്രനിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ ഈ സഹനങ്ങൾ അവൻ്റെ കുരിശോട് ചേർത്ത് വെച്ച് നീ ആ വിശ്വാസത്തിൽ ആഴപ്പെട്ട് നിന്നെ വേദനിപ്പിച്ചവർ പൂർണ്ണമായി ക്ഷമിച്ച് നീ ധൈര്യമായി മുന്നോട്ട് പോകും. നീ ഈശോയിൽ വിശ്വസിക്കുന്നുണ്ടോ? ചേച്ചി ചോദിച്ചു. പരിശുദ്ധ അമ്മ ചേച്ചിയോട് ചോദിക്കുക, നീ ഈശോയിൽ വിശ്വസിക്കുന്നുണ്ടോ? ചേച്ചി പറഞ്ഞു, ഉണ്ടമ്മേ, വിശ്വസിക്കുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, ഈശോ നിന്നിലും വിശ്വസിക്കുന്നുണ്ട്. ഈശോ നിന്നിലും വിശ്വസിക്കുന്നുണ്ട്. എന്താണ്? നീ എത്രമാത്രം സഹനത്തിലൂടെ കടന്നുപോയാലും, നീ എത്രമാത്രം തെറ്റിദ്ധരിക്കപ്പെട്ടാലും, നിന്നെ ആരൊക്കെ മാറ്റി നിർത്തിയാലും, നീ എത്രമാത്രം വേദനയിലൂടെ കടന്നുപോയാലും കർത്താവിനെ നീ തള്ളിപ്പറയില്ല എന്നുള്ള വിശ്വാസമാണ് കർത്താവ് നിൻ്റെ മേൽ അർപ്പിച്ചിരിക്കുന്നത്. നീ കർത്താവിനെ തള്ളിപ്പറയില്ല എന്നുള്ള വിശ്വാസം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമ്മളെ വിശ്വസിച്ചുകൊണ്ട് ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ അനുവദിക്കപ്പെടുന്ന നിമിഷങ്ങളുണ്ട്. ദൈവം നമ്മളെ വിശ്വസിച്ചുകൊണ്ടാണ്. എത്രമാത്രം വേദനയോ രോഗമോ വെല്ലുവിളികളോ ഉണ്ടായാലും നമ്മൾ കർത്താവിനെ തള്ളിപ്പറയില്ല, കർത്താവിനെ തിരസ്കരിക്കില്ല, അവനെ മാറ്റി നിർത്തില്ല, അവനെ പഴിചാരില്ല എന്നുള്ളൊരു വിശ്വാസം ദൈവം നമ്മളിൽ അർപ്പിച്ചുകൊണ്ടാണ് ചില പരീക്ഷണങ്ങൾക്ക് നമ്മളെ വിട്ടുകൊടുക്കുന്നത്. ഇതൊക്കെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന നിമിഷങ്ങളാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ
വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന അനേകം നിമിഷങ്ങളുണ്ടാകും. അപ്പോഴൊക്കെ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ഈ നിമിഷങ്ങളെ അതിജീവിക്കണമെന്ന് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രത്യേകിച്ചും ഇതുപോലുള്ള പരീക്ഷകൾ ഉണ്ടാകുന്നത് കൂടെയുള്ളവരുടെ വാക്കുകളിലൂടെയാകാം, ജീവിതത്തിലെ തകർന്ന ഒരു അനുഭവത്തിലൂടെയാകാം, പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത അവസ്ഥയിലൂടെയാകാം, പ്രാർത്ഥനയ്ക്ക് ഒരു ഫലവുമില്ല എന്നുള്ള രീതിയിലുള്ള ഒരനുഭവമാകാം നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നത്. ചില രോഗങ്ങളാകാം, മാരകമായ രോഗങ്ങളാകാം, ചിലപ്പോൾ പ്രിയപ്പെട്ടവരുടെ മരണം പോലുമാകാം വിശ്വാസത്തെ പരീക്ഷിക്കുന്ന നിമിഷങ്ങൾ. അവിടെയെല്ലാം യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച് അവൻ നമ്മളിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തെ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിനോട് ചേർന്ന് അവൻ്റെ പീഡകളോട് ചേർന്ന് നിന്നുകൊണ്ട് സർവ്വതും അവൻ്റെ കുരിശിൽ സമർപ്പിച്ച് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് പരീക്ഷണങ്ങളെ അതിജീവിക്കുക. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു തരികയാണ്, നമ്മുടെ എല്ലാ വേദനകളും സഹനങ്ങളും ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ച് മുന്നോട്ട് പോവുക. എൻ്റെ ചേച്ചി പറയുകയാണ്, പരിശുദ്ധ അമ്മ ചേച്ചി പറയുകയാണ്, ക്ഷമിക്കുവാൻ കാരണങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല, ക്ഷമിക്കുവാൻ കാരണങ്ങൾ അന്വേഷിക്കേണ്ട, കുരിശിലേക്ക് നോക്കിയാൽ മതിയെന്ന്. എൻ്റെ കർത്താവ് ഇത്രമാത്രം സഹനത്തിലൂടെ കടന്നുപോയി ക്ഷമിച്ചുവെങ്കിൽ എന്തിനു വേണ്ടിയാണ് അവൻ കടന്നുപോയത്? എന്നെയും നിങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളാണ്, പാപഭാരമാണ് അവൻ കുരിശിൽ ഏറ്റെടുത്തത്. നമുക്ക് വേണ്ടി നന്മ ചെയ്യാൻ, മനുഷ്യനെ രക്ഷിക്കുവാൻ ഇത്രമാത്രം സഹനത്തിലൂടെ കടന്നുപോയ കർത്താവിനെ മനുഷ്യൻ തന്നെ ഇത്രമാത്രം പീഡിപ്പിക്കുമ്പോൾ ആ മനുഷ്യനോട് ക്ഷമിച്ച കർത്താവിൻ്റെ കുരിശിലേക്ക് നോക്കിയാൽ മതി, ക്ഷമിക്കുന്നതിന് മറ്റ് കാരണങ്ങളൊന്നും അന്വേഷിക്കണ്ട എന്ന് പരിശുദ്ധ അമ്മ ചേച്ചിയോട് പങ്കുവച്ചത് ചേച്ചി പലപ്പോഴും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഇതുപോലെയുള്ള ക്ഷമിക്കാനാവാത്ത ഏതെങ്കിലും സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ക്ഷമിക്കാൻ പറ്റാത്ത ഏതെങ്കിലും വ്യക്തികൾ നമ്മുടെ മുൻപിലുണ്ടെങ്കിൽ, കുരിശിലേക്ക് നോക്കിക്കൊണ്ട് അവരെ ആ കുരിശോട് ചേർത്ത് വെച്ചുകൊണ്ട് ക്ഷമിക്കുവാൻ, ക്ഷമയുടെ ചൈതന്യം ഏറ്റെടുക്കുവാൻ പരിശുദ്ധ അമ്മ ഇന്ന് നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമുക്ക് ചുറ്റും നോക്കി ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കാം. ക്ഷമിക്കാൻ പറ്റാത്ത, വേദനിക്കപ്പെട്ട അനുഭവങ്ങൾ, സംഭവങ്ങൾ. ഇന്ന് പരിശുദ്ധ അമ്മ പറയുകയാണ്, ക്ഷമിക്കാതിരുന്നാൽ സ്വർഗസ്ഥനായ പിതാവും നമ്മോട് ക്ഷമിക്കുകയില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹെബ്രായരുടെ ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 14-ാം തിരുലിഖിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുകയാണ്, എല്ലാവരോടും സമാധാനത്തോടെ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുക. സമാധാനം നഷ്ടപ്പെടുത്തുന്ന അനേക അനുഭവത്തിലൂടെ കടത്തിവിട്ട വ്യക്തികളുണ്ടാകാം. നമ്മളിതെല്ലാം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമാധാനം നഷ്ടപ്പെടുകയാണ്. വചനം പഠിപ്പിക്കുകയാണ്, നിന്റെ ജീവിതത്തിൽ വിശുദ്ധി കൈവരിക്കണമെങ്കിൽ നീ എല്ലാവരോടും സമാധാനത്തോടെ വർത്തിക്കണം, വേദനിപ്പിച്ചവരോട് ക്ഷമിക്കണം, സമാധാനത്തോടെ ജീവിക്കണം. പൂർണ്ണമായി ക്ഷമിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴും ഏതെങ്കിലും രീതിയിലുള്ള വിദ്വേഷമോ പകയോ വൈരാഗ്യമോ വെച്ചു പുലർത്തുന്ന സാഹചര്യമുണ്ടെങ്കിൽ വിശുദ്ധിക്ക് കളങ്കം വരികയാണെന്ന് പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിക്കുകയാണ്. നിനക്ക് ക്ഷമിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ വിശുദ്ധിയിൽ നിനക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ എന്നമ്മ പറഞ്ഞു തരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് പരിശോധിക്കണം, നമ്മുടെ ചുറ്റും സമാധാനം നഷ്ടപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും മനസമാധാനമോ കുടുംബസമാധാനമോ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? എൻ്റെ ഏതെങ്കിലും ഒരു വാക്ക്, എൻ്റെ ഒരു പ്രവൃത്തി മറ്റൊരു വ്യക്തിയുടെ
കുടുംബത്തിലെയോ വ്യക്തി ജീവിതത്തിൻ്റെയോ സമാധാനം നഷ്ടപ്പെടുത്തുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കണം. നമ്മൾ മാപ്പ് ചോദിക്കണം. നമ്മൾ മാപ്പ് ചോദിക്കുമ്പോഴാണ് മറ്റൊരു വ്യക്തിക്ക് നമ്മൾ ക്ഷമിക്കുവാൻ സാധിക്കുക. ഇനി നമ്മളെ സമാധാനം നഷ്ടപ്പെടുത്തിയ ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ, കുടുംബങ്ങളുണ്ടെങ്കിൽ, ആ കുടുംബങ്ങളോട് പൂർണ്ണമായി ക്ഷമിക്കുക. ക്ഷമിക്കുമ്പോൾ മാത്രമാണ് കെട്ടുകൾ അഴിയുന്നതും, ക്ഷമയിലാണ് സൗഖ്യം കടന്നു വരുന്നതും, ക്ഷമയിലാണ് ഒരു കൂടിച്ചേരൽ വീണ്ടും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ ക്ഷമയെന്ന ചൈതന്യം മാറ്റി നിർത്തിക്കൊണ്ട് വിശുദ്ധിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല എന്ന് പരിശുദ്ധ അമ്മ പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ വളരെ ഗൗരവമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. ക്ഷമയുടെ ചൈതന്യം അവഗണിച്ചുകൊണ്ട് നിനക്ക് വിശുദ്ധ ജീവൻ നയിക്കാൻ സാധിക്കില്ല. ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ നേരത്തെ കേട്ടതുപോലെ എല്ലാവരോടും സമാധാനത്തോടെ വർത്തിച്ചുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവാൻ, വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. എല്ലാവരോടും സമാധാനത്തോടെ വർത്തിക്കേണ്ടതിൻ്റെ ആവശ്യമാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശം ആഴത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ വിശുദ്ധിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ, അനുദിന ജീവിതത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ ക്ഷമിക്കുവാൻ ഓരോ ദിവസവും നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മൾ എളിമപ്പെടുകയാണ്. ആ എളിമയിലാണ് ദൈവം നമ്മളെ ഉയർത്തുന്നത്. ക്ഷമിക്കുക എന്ന് പറയുന്നത് എളിമപ്പെടുക. കർത്താവിൻ്റെ മുൻപിൽ എളിമപ്പെടുന്ന നിമിഷങ്ങളാണ് ക്ഷമയുടെ നിമിഷങ്ങൾ. എളിമയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ക്ഷമിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ എളിമയാണ് കർത്താവ് നോക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയം അമ്മയുടെ സ്തോത്രഗീതത്തിൽ പാടിയത്, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ആ താഴ്മയെയാണ് ദൈവം ഉയർത്തിയത്. നമ്മുടെയൊക്കെ ജീവിതങ്ങളും പ്രിയമുള്ള സഹോദരങ്ങളെ, വർഷങ്ങളായി, നാളുകളായി വിച്ഛേദിക്കപ്പെട്ട ബന്ധങ്ങൾ ക്ഷമയിലൂടെ കൂട്ടിച്ചേർക്കപ്പെടണമെന്നുള്ള ആഗ്രഹമാണ് ദൈവത്തിനുള്ളത്. വിശുദ്ധ ജീവിതം നമുക്ക് നയിക്കണമെങ്കിൽ ക്ഷമയുടെ ചൈതന്യം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോയെങ്കിലേ സാധിക്കുകയുള്ളൂ. ചിലപ്പോഴൊക്കെ നമ്മൾ പറയും, നമ്മൾ ബുദ്ധിയിൽ ക്ഷമിക്കും, എന്ന ഹൃദയത്തിൽ നിന്ന ക്ഷമ പ്രയാസമാണ്. ബുദ്ധിയില്ല ഞാൻ അവളോട് ക്ഷമിച്ചു, അല്ല ഞാൻ അവളോട് ക്ഷമിച്ചു എന്നൊക്കെ പറയും. പക്ഷേ അവളുടെ അല്ലേ അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തിക്താനുഭവം ഉണ്ടാകുമ്പോൾ ഹൃദയം സന്തോഷിക്കും. അത് ക്ഷമയല്ല, അത് ബുദ്ധിയിലുള്ള ക്ഷമയാണ്. ഞാൻ അവരുടെ ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുമ്പോൾ എന്നെ ഉപദ്രവിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വേദനയോ ഉണ്ടാകുന്നത് ഞാൻ അറിഞ്ഞാൽ എൻ്റെ ഹൃദയം വേദനിക്കും, പ്രാർത്ഥിക്കും ആ വ്യക്തിക്ക് വേണ്ടി. അതാണ് പൂർണ്ണമായ ക്ഷമ. ഞാനൊരു വ്യക്തിയോട് പൂർണ്ണമായി ക്ഷമിച്ചു എന്ന് പറയുവാൻ സാധിക്കണമെങ്കിൽ നമുക്കൊരു അളവുകോലുണ്ട്. എന്താണ് അളവുകോല്? ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പോരായ്മ വരുമ്പോൾ ഞാൻ ആ സഹതപിക്കുകയും ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതോ എൻ്റെ മനസ്സിൽ ഒരു സന്തോഷമാണോ കടന്നു വരുന്നത്? അത് നമ്മുടെ ക്ഷമയുടെ ഒരു അളവുകോലാണ്. എനിക്ക് ക്ഷമിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ രണ്ടാമതായി എനിക്ക് ക്ഷമിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത്, എന്നെ വേദനിപ്പിച്ച ഒരു വ്യക്തിയുടെ അടുത്ത് പോയി എന്തെങ്കിലും ഒരു നന്മ ആ വ്യക്തിക്ക് വേണ്ടി ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എങ്കിൽ ക്ഷമ പൂർണ്ണമാണ്. ആ വ്യക്തിയുടെ അടുത്ത് പോയി ഒരു നല്ല വാക്ക് ആ വ്യക്തിയോട് പറയുവാൻ, ഇല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ഒരു നന്മ ചെയ്യുവാൻ, ആ വ്യക്തി അറിയാതെയാണെങ്കിലും ഒരു നന്മ ആ വ്യക്തിക്ക് വേണ്ടി ചെയ്യുവാൻ എനിക്ക് സാധിച്ചാൽ എൻ്റെ ക്ഷമ പൂർണ്ണമാണ് എന്നതിന് തെളിവാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ക്ഷമയെന്നുള്ളത് എത്ര വലിയ ഒരു പുണ്യമാണ്. നമ്മളോട്
ക്ഷമിച്ചവരോട് നമ്മളെപ്പോഴും കടപ്പെട്ടിരിക്കും. കാരണം നമ്മളോട് ആരിലൊക്കെ നമ്മൾ ക്ഷമ സ്വീകരിച്ച് കഴിയുമ്പോൾ വലിയൊരു ഭാരമല്ലേ മനസ്സിൽ നിന്ന് നീങ്ങിപ്പോകുന്നത്. അതുപോലെ നമ്മൾ ക്ഷമിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയൊരു ഭാരമല്ലേ നീങ്ങിപ്പോകുന്നത്. കുരിശിലേക്ക് നോക്കിക്കൊണ്ട് ക്ഷമിക്കുവാൻ കാരണങ്ങൾ അന്വേഷിക്കേണ്ട, കുരിശിലേക്ക് നോക്കിയാൽ മതിയെന്ന പരിശുദ്ധ അമ്മയുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ക്ഷമയുടെ ജീവിതങ്ങളാക്കി മാറ്റാം. ക്ഷമ കൊടുക്കുകയും ക്ഷമ ചോദിക്കുകയും ക്ഷമ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമകളായി മാറുവാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങളെല്ലാവരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.